സർ, പോറ്റിയിൽ നിന്ന് മാറി ഇതാ ഏറ്റവും ഒടുവിൽ വാജിവാഹനവും കോൺഗ്രസിന്റെ തലയിൽ തന്നെ ചെന്ന് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ വ്യവസായി രമേശ് ചെന്നിത്തലയുടെ പേരുൾപ്പെടെ ഇതിലേക്ക് വലിച്ചിടുമ്പോൾ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പേര് കൂടി അദ്ദേഹം ഉറക്കെ പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് വാജിവാഹനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ വിവാദങ്ങളിലേക്ക് ചെന്ന് വീഴുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദ കേസിൽ കൂടുതൽ കുരുക്കുകളിലേക്ക് പോവുകയാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു. എങ്ങനെ വിലയിരുത്താം സർ? ശബരിമല സ്വർണ്ണ കൊള്ള അത് പറയുമ്പോൾ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഈ 10 വർഷം വരെ, അതായത് ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് ഈ LDF സർക്കാർ ഭരിച്ച ഈ 5 വർഷം, ഈ 10 വർഷം മാത്രം ഞാൻ ശബരിമലയിൽ പോവാത്ത ഒരാളാണ്. മറ്റത് എല്ലാ മാസവും 1-ാം തീയതി ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഉണ്ടെങ്കിലും ഞാൻ 1-ാം തീയതി ശബരിമലയിൽ മുടങ്ങാതെ തൊഴുതിരുന്ന ഒരാളാണ്. എന്നെ കുറിച്ച് ഒരു 20 വർഷം, ഞാൻ വേണമെങ്കിൽ ആ പത്രത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഒരു ഹാഫ് പേജ് പത്രങ്ങള് അയ്യനെ കാണാൻ എല്ലാ മാസവും വരുന്ന ഭക്തൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ തന്നെ വന്നിട്ടുണ്ട്. 20 വർഷം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം, എല്ലാവരുടെയും ധാരണ ഇത് ക്ഷേത്രം എന്നാണ്. സത്യത്തിൽ ഇത് ക്ഷേത്രമല്ല, ഇതൊരു സമാധി സ്ഥലമാണ്. ഇത് പലർക്കും അറിയില്ല. സമാധി സ്ഥലം പിന്നീട് ക്ഷേത്രമായിട്ട് മാറുകയാണ്. ഈ സമാധി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ നെയ്യാറ്റിൻകരയിൽ അടുത്ത കാലത്ത് ഒരു വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ഗോപൻ എന്ന് പറഞ്ഞ ഒരാള്, ഓർമ്മണ്ട എല്ലാവർക്കും? ഗോപൻ എന്ന് പറയുന്ന ഒരാള് ഇതിലിരിക്കുക, എന്തില്, മരിക്കാൻ നേരത്ത് ഒരു ആസനത്തിൽ പ്രത്യേകമായി ഇരുന്നിട്ട് അതിലേക്ക് ആഗിരണം ചെയ്ത് മരിച്ച പോലെ ആക്കുക. അങ്ങനെയാണ് ഈ സമാധി ആവുന്നത്. സമാധിയിൽ ഇരിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സമാധിയിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഭഗവാൻ അല്ലെങ്കിൽ ആ വ്യക്തി സമാധി ഇരുമാണ് ഇന്ന് അയ്യപ്പ ക്ഷേത്രമായി മാറിയത്. ആ സമാധി ഇരുന്ന യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് ഈ ക്ഷേത്ര പൂജ നടക്കുന്ന സ്ഥലമല്ല, അതിന്റെ അപ്പുറത്തുള്ള മണിമണ്ഡപമാണ്. അപ്പൊ ഈ അന്ന് ആ കാട്ടിൽ പോയി സമാധി ഇരുന്ന അതിന് ശേഷം അവിടെ പൂജകൾ ചെയ്യാൻ തുടങ്ങിയത് കാട്ടുജാതിക്കാരെ, അതായത് മല അരയന്മാരായിരുന്നു. മലയാരന്മാര് അന്ന് ഈ സമാധിയുടെ അവിടെ വന്നിരുന്നിട്ട് പൂജകൾ ചെയ്യാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട പൂജ ചെയ്തത് കരിമല അരയൻ, കാനാനി അരയൻ, കോർമന അരയൻ എന്ന് പറയുന്ന 3 പ്രധാന അരയന്മാരാണ് സ്ഥിരമായിട്ട് അവിടെ പൂജ ചെയ്തിരുന്നത്. അവരാണ് കാലങ്ങളായിട്ട് അവിടെ പൂജ ചെയ്തിരുന്നത്. അപ്പൊ മലയന്മാരെ ഒരു ക്ഷേത്രമായിട്ടാണ് അത് നിലനിന്നിരുന്നത്. പിന്നീട് ഒരു ക്രിസ്ത്യാനി പോയിട്ട് അന്നത്തെ ക്ഷേത്രം നാം പറഞ്ഞാൽ അറിയാലോ, ചിലപ്പോ ഇലകളൊക്കെ വെച്ച് ഉണ്ടാക്കി നിർത്തിയിരിക്കുന്ന സംഭവമായിരിക്കും, അത് കത്തിച്ചു കളയും. അപ്പോ ഈ രാജാവ്, അന്നത്തെ രാജാവ് കാട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ രാജാവ് അതിൽ ഇടപെട്ടിട്ട് അത് കോൺട്രാക്ട് കൊടുത്ത് പണിയുകയാണ്. അത് പണിതത് വേറൊരു കൊച്ചുമോൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനി അത് പണിതു. കാരണം ഇത്രയും കാട്ടിൽ പോയിട്ട് ഒരു ക്ഷേത്രം പണിയാൻ പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമില്ല. അത് പണിയാൻ തുടങ്ങി. അതിന്റെ പണി ഒരു 3/4 ഭാഗമാകുമ്പോഴേക്കും അയാൾ മരിച്ചുപോയി. പിന്നീട് ഈ ക്ഷേത്രപ്പണി വേറൊരു പ്രീസ്റ്റാണ്, ക്രിസ്ത്യൻ പ്രീസ്റ്റ് തന്നെയാണ് അത് വന്ന് പണിയൊക്കെ മുഴുമിച്ചത്. പിന്നീട് പണി കഴിഞ്ഞപ്പോൾ ഈ രാജകുടുംബത്തിന് തോന്നി, ഇവിടെ ഇനി അതുവരെ നടന്ന പൂജയ്ക്ക് ഒരു സാധാരണ മലയരന്മാര് നടത്തുന്ന പൂജ, അവരുടെ മാനസിക ഇത് വെച്ചിട്ടുള്ള പൂജയുള്ളൂ. പക്ഷേ ഈ രാജകുടുംബം ഇതിൽ വന്നപ്പോ അവര് പറഞ്ഞു, ഇനി വിധി പ്രകാരമുള്ള പൂജ വേണം എന്ന് ഒരു ചർച്ച വന്നപ്പോ അതിലേക്ക് പോവുകയും, അങ്ങനെ ഈ തന്ത്രിയായിട്ട് ആരെ കിട്ടും, കാരണം തന്ത്രി പറഞ്ഞ ക്ഷേത്രത്തിന്റെ പ്രധാന ആചാര്യനാണ്. അതിന് പല ഭാഗങ്ങളിലും പോയി അന്വേഷിച്ചപ്പോ ഈ ബ്രാഹ്മണരൊന്നും സത്യത്തില് ഈ തന്ത്രി ആവാൻ ഇവിടെ തയ്യാറായില്ല. കാരണം എന്താ വെച്ചാൽ ഈ അയ്യപ്പനൊരു ചരിത്രമുണ്ട്. അയ്യപ്പനൊരു 3 കഥയുണ്ട്.
അപ്പൊ ഇത് ശരിക്കും എന്താണെന്നറിയില്ല, ഒരു കാട്ടുജാതി ഒരു പയ്യന് വേണ്ടിയിട്ട് പൂജ ചെയ്യാൻ അന്നത്തെ ബ്രാഹ്മണർ തയ്യാറായില്ല. അങ്ങനെയാണ് ഈ താഴ്മൺ ഫാമിലി വന്നിട്ട് ഈ പൂജയുടെ ആകെ ഏറ്റെടുക്കുകയും ഇവിടുത്തെ തന്ത്രിമാരായി വരികയും ചെയ്തത്. ഇനി അയ്യപ്പന്റെ കാര്യം പറഞ്ഞില്ലേ, അയ്യപ്പന്റെ സങ്കല്പം നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വിഷ്ണു ഭഗവാന് മോഹിനിയിൽ ഉണ്ടായ ഒരു കുഞ്ഞ് എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ വേറെ രണ്ട് കഥകളുണ്ട്. ഒന്ന്, ഈ കൊട്ടാരത്തിലെ രാജകുമാരൻ വേട്ടയ്ക്ക് കാട്ടിൽ പോയപ്പോ ഈ മലയരയന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയിലുണ്ടായ കുഞ്ഞാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് വേറൊരു കഥ. പക്ഷെ അത് വലിയ ഇതായിട്ട് വന്നിട്ടില്ല. പിന്നെ വേറൊരു കഥയും കൂടി ഉണ്ട്. ഈ കൊട്ടാരത്തിൽ നിന്ന് വളരെ സുന്ദരിയായ ഒരു യുവതിയെ അന്നൊരു കൊള്ളക്കാരൻ ഒതേനൻ തട്ടിക്കൊണ്ടുപോയി. ആ സ്ത്രീയെ രക്ഷിക്കാനായിട്ട് ഈ ഒതേനൻ പടവെഴുതി മരിച്ച ഒരു കുടുംബമുണ്ട്. അയാളുടെ മകൻ, ആ മകന്റെ പേര് വന്നിട്ട് ജയന്തൻ എന്നാണ്. ആ ജയന്തൻ വന്ന് ഈ ഒതേനനിൽ നിന്നും ഈ സ്ത്രീയെ രക്ഷിച്ച് ആ സ്ത്രീയിലുണ്ടായ കുഞ്ഞാണെന്നും അയ്യപ്പന് 3 ചരിത്രമുണ്ട്. പക്ഷെ നമ്മൾ ആകെ എല്ലാവരും ചരിത്രം ഇതേ ഉള്ളൂ. മോഹിനിയിലുണ്ടായ അയ്യപ്പനെ കുറിച്ച് എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോ ഈ അയ്യപ്പന്റെ സമാധി സ്ഥലം പിന്നീട് ക്ഷേത്രമായി. അങ്ങനെ ഈ അയ്യപ്പൻ കൊട്ടാരത്തിൽ വളരുമ്പോൾ ആ അയ്യപ്പന്റെ ആയോധന കലകള് പരിശീലനമൊക്കെ ചിരിയൻചിറ എന്ന് പറഞ്ഞ് പത്തനംതിട്ട സൈഡിലുള്ള ഒരു കുടുംബമാണ് നോക്കിയിരുന്നത്. അപ്പോ ഈ തന്ത്രി താഴ്മൻ കുടുംബത്തില് പ്രധാനപ്പെട്ട 3 ആളാണ് ഈ രാജീവര്, മോഹനര്, പിന്നെ മറ്റേ ഇവരുടെ മകൻ. ഇവര് 3 ആളാണ് ഇവിടെ പ്രധാനമായിട്ട് തന്ത്രിയായിട്ട് വരുന്നതും പൂജകൾ ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അമ്പലത്തില് അന്ന് മുതലേ ഈ ഭക്തജനങ്ങൾ കൊടുക്കുന്ന വഴിപാടുകള് അത് സ്വർണമായിട്ടും ധനമായിട്ടും ഡയമണ്ട് പല രൂപത്തിലുള്ള ഇതവിടെ വരുന്നുണ്ട്. പക്ഷെ ഈ അയ്യപ്പന് കിട്ടുന്ന ഈ വാജി സങ്കല്പമായിട്ട് കൊടുക്കുന്ന ഈ വാജി വചനം എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ രൂപം എന്താണെന്നറിയോ? അതായത് അയ്യപ്പന്റെ വാഹനം എല്ലാവരുടെ വിചാരം പുലിയാണെന്നാണ്. സത്യത്തിൽ പുലിയല്ല. അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. അപ്പോ ആ കുതിരയുടെ രൂപം സ്വർണത്തിൽ ഉണ്ടാക്കി അയ്യപ്പന് സമർപ്പിക്കുന്ന ഒരു ഇതാണ്. അതിന് കോടിക്കണക്കിന് ഇതിന് വലുപ്പനുസരിച്ച് വില ഉണ്ടായിരിക്കും. അപ്പോ ഇപ്പോ ഈ സ്വർണ പാളിയും മറ്റേ സ്വർണ്ണ ഡോറും വാതിലൊക്കെ പൊളിച്ചു കൊണ്ടുപോയി, അതാണല്ലോ ഈ തുടക്കം, ഇപ്പോഴത്തെ തുടക്കം. പക്ഷെ അതിനു മുന്നേ തന്നെ ശബരിമലയുടെ സ്വർണം ഈ ഭരണകൂടം, അതായത് ഭരിച്ചിരുന്നവർ മാറി മാറി ഭരിച്ചവരാണല്ലോ. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും UDF ആയാലും LDF ആയാലും ഭരിക്കുന്നവർ മുഴുവൻ ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റുക എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഈ വാജി വചനം, ഈ കുതിരയുടെ ഇപ്പോ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ആ വാജി വചനം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്, പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, അന്ന് അതായത് അജയ് തറയിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു മെമ്പറും കൂടിയുണ്ട് ഈ ശബരിമല ദേവസ്വം ബോർഡിൽ. അത് ഈ രമേശ് ചെന്നിത്തലയുടെ വളരെ അടുത്ത ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അവരൊരു ഫോട്ടോ, അതായത് ഈ അജയ് തറയും പ്രയാർ ഗോപാലകൃഷ്ണനും കൂടിയിട്ട് ഈ വാജി വചനം രാജീവ് ഖണ്ഡരെ ഏൽപ്പിക്കുന്നു. അതായത് അയാൾക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഒരു ചിത്രം നമുക്ക് കിട്ടും, മീഡിയയിലൊക്കെ വന്നതാണ്. അപ്പോ സത്യത്തിൽ അയ്യപ്പന് കിട്ടുന്ന ഈ സമ്മാനങ്ങൾ എങ്ങനെയാണ് തന്ത്രിയുടേതായിട്ട് മാറുന്നതാണ് ഇവിടുത്തെ ചോദ്യം. അത് ഒരിക്കലും അങ്ങനെയാണെങ്കിൽ എല്ലാ അമ്പലങ്ങളിലും ഈ അവിടുത്തെ ഭഗവാന് കിട്ടുന്ന ഈ ദാന കാര്യങ്ങള് എങ്ങനെ ആ പൂജാരിക്ക് ആ ശാന്തിക്ക് അല്ലെങ്കിൽ ആ തന്ത്രിക്ക് എടുത്തു കൊണ്ടുപോകാൻ അനുവാദം കൊടുക്കുന്നു? ആര് കൊടുക്കുന്നു? അപ്പോൾ അവിടെ ഭരിക്കുന്നവർ കൊടുക്കുന്നു.
അപ്പോ ഇതിൽ സംശയം അതല്ല. ഇത് വെറുതെ അന്ന് ഈ വാദ്യവാഹനം ഒരു 8-10 കോടി വില പിടിക്കുന്ന സാധനമാണ് ഇത്. ഈ സാധനം തന്ത്രിയോട് കൊണ്ടുപോകാൻ പറയുന്നു, വളരെ നിസ്സാരമായിട്ട് തന്ത്രിക്ക് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് സംശയിക്കേണ്ടത് തന്ത്രിയുടെ കയ്യിൽ നിന്ന് ഇതിന്റെ എന്തെങ്കിലും ഷെയർ ഈ പറയുന്ന ഗൂഢസംഘം പറ്റിയിട്ടുണ്ടോ എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട്. അതുമാതിരി തന്നെയാണ് ഇപ്പൊ ഈ ദ്വാരകാപാലയുടെ ശില്പം അടിച്ചു മാറ്റിയതും, അല്ലെങ്കിൽ സ്വർണ കട്ടിലും വാതിൽ അടിച്ചു മാറ്റിയതും ഒക്കെ തന്നെ നമുക്ക് സംശയാധീനമാണ്, സംശയിക്കേണ്ട കാര്യങ്ങളാണ്. അത് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ഷെയറുകള് ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് നമുക്ക് വളരെ ആശങ്കാകുലമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ വാഹനത്തിന്റെ വില വന്നിട്ട് കണക്കാക്കുകയാണെങ്കിൽ 10 കോടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അതിലും വില പിടിച്ചൊരു സാധനമാണ്. അപ്പോ ഇത്രയും വില പിടിച്ചൊരു സാധനം അന്നത്തെ ഭരണസമിതിക്കാരായ പ്രയാർ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ അജയ് തറയിൽ ഇവർ രണ്ടാളും കൂടി എടുത്തിട്ട് രാജീവ് തന്ത്രിയെ കണ്ഠരരെ ഏൽപ്പിക്കുന്ന ഫോട്ടോ എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടായിരിക്കും ഇപ്പോ. അപ്പോ ഇത് അവരെ എങ്ങനെ രാജീവ് തന്ത്രിക്ക് ഇത് കൊടുത്തു, രാജീവ് തന്ത്രിക്ക് കണ്ഠരർക്ക് ഇതിന് എന്ത് അവകാശം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ആ തീരുമാനം എടുക്കണമെങ്കിൽ അവർക്ക് അതിലുള്ള റോൾ എന്താണ്? കാരണം ഇത്രയും വില പിടിച്ചൊരു സാധനം ഒരു തന്ത്രിയുടെ അവകാശം എന്ന് പറഞ്ഞിങ്ങനെ അനുവദിച്ചു കൊടുക്കുക, അപ്പോ ഇതിന്റെ ഒരു ഷെയർ അവർക്കും കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ശബരിമലയിൽ നിന്ന് ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശബരിമല മാറി മാറി ഭരിക്കുകയാണ്. ഇപ്പോ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് ഈ കട്ട്ള പോയതും അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രധാനപ്പെട്ട 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. അതുമാതിരി ഇപ്പോ രാജീവ് കണ്ഠരർ എത്തി. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയപ്പോഴാണ് ഈ വാഹനം വിഷയം ഇപ്പൊ പുറത്തേക്ക് വന്നത്. അപ്പോ പുറത്തേക്ക് വന്നപ്പോൾ ആ കഥ കൂടുതൽ ഗൗരവമായിട്ട് മാറി. അപ്പൊ കൂടുതൽ തെളിവുകളായി. ഇപ്പൊ UDFിലെ കോൺഗ്രസും അതിന്റെ പ്രതിക്കൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രകാലം കോൺഗ്രസ് ഒരു തമാശ പാട്ട് പാടി പാർലമെന്റിലടക്കം അഭിനയം നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ പാട്ടിൽ ഇനി ഇവരുടെ ഓരോരുത്തരുടെയും പേരുകൾ കൂടി കാട്ടിയിട്ട് അവരടുത്ത് തന്നെ വേറൊരു ഡാൻസ് പ്രോഗ്രാം സമൂഹത്തിന് കാണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. അതിനെക്കാട്ടും സീരിയസ് ആയ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട് ശബരിമലയെക്കുറിച്ച്, ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. കാരണം പറയുന്നതിന് മുൻപ് നീതു എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ട്, അതിനോട് ചോദിച്ചിട്ട് ഞാൻ തുടരണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സർ, അന്നത്തെ ആ വാജിവാഹനം അതങ്ങനെ ഭരണസമിതി വെറുതെ അങ്ങനെ ആർക്കും എടുത്തു കൊടുക്കാൻ സാധ്യതയില്ല. ഉയരുന്ന ഏറ്റവും വലിയൊരു ചോദ്യവും അത് തന്നെയാണ്. എന്തായിരിക്കാം വാജിവാഹനം കൈമാറുമ്പോൾ ഇത് വാങ്ങിയ ആളും അല്ലെങ്കിൽ എടുത്തു കൊടുത്ത ഭരണസമിതിയും തമ്മിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇത് കൊടുക്കുന്നയാളിൽ നിന്നും അല്ലെങ്കിൽ ഇത് വാങ്ങുന്നയാളിൽ നിന്നും ഒരു ലാഭവിഹിതം ഈ ഭരണസമിതി നേടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ ചോദ്യമല്ലേ? ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നാലും കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായും ഇവിടെ കുറ്റം പറയലല്ല, നമുക്ക് ഈ ശബരിമലയിൽ ഭരണം നടത്തി കൊള്ളയടിച്ചവരെ മുഴുവനായി തന്നെ പുറത്തു കൊണ്ടുവരണം. അതാണ് നമ്മളുടെ ആവശ്യം. ഇപ്പോ തുടക്കമിട്ടവർ തന്നെ കുടുങ്ങുന്ന അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ പോയി ഒരു ഹാസ്യ ഡാൻസും പാട്ടും ഒക്കെ നടത്തിയവർ തന്നെയാണ് ഇപ്പോ വാഹനം വന്നപ്പോ അതിൽ വന്ന് കുടുങ്ങിയിരിക്കുന്നത്. അപ്പോ ഇത് മാറി മാറി ഭരിച്ചവരെല്ലാവരും തന്നെ ഇവിടെ വരുന്ന വരുമാനവും സ്വർണവും വജ്രവും കറൻസിയും വിവിധ രാജ്യങ്ങളിലെ കറൻസി അവിടെ വരാറുണ്ട്, ഇതെല്ലാം അടിച്ചു മാറ്റുന്നു. ഞാൻ ഒരു രസം പറഞ്ഞുതരാം. ഈ സോപാനത്തിന് മുന്നിൽ കാണിക്കയുണ്ട്, കാണിക്കയിലേക്ക് എല്ലാവരും പൈസ ഇടുന്നു, അല്ലെങ്കിൽ എന്താ ചിങ്ങ സഞ്ചിയിൽ കെട്ടി കൊണ്ടുവന്നിടുന്നു, അല്ലാതെ ഇടുന്നു. ഇത് മുഴുവൻ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. പിന്നീട് ഇത് എന്താ സംഭവിക്കുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല. എന്നാൽ നിങ്ങൾ തിരുപ്പതിയിൽ പോയിക്കോ, ഗ്ലാസ് കൂടിന്റെ ഉള്ളിലേക്കാണ് ഇത് വന്ന് വീഴുക. അവിടെ ഇരുന്ന് അത് കൗണ്ട് ചെയ്ത് തരം തിരിച്ചെടുക്കുന്നത് 4 പുറം നിന്നിട്ട് ഭക്തജനങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇവിടെ ഒളിച്ചു വെച്ചിട്ടാണ് ഈ കളി മുഴുവൻ.
ഇപ്പൊ അടുത്ത കാലത്ത് ഇതിന്റെ ഉള്ളിൽ ജോലിക്ക് പറഞ്ഞവൻ അവിടെ ഇവിടെയും തിരികിയിട്ട് പോകുന്ന ഒരു വീഡിയോ CCTV പിടിച്ച് പുറത്തു വരികയുണ്ടായി. ഇതൊക്കെ അവിടുത്തെ ചെറിയ ജോലിക്കാർ ചെയ്യുന്ന കാര്യങ്ങളാ. അവർക്ക് ശിക്ഷയും കൊടുക്കും ഈ ഭരണ സമിതിയിൽ ഇരിക്കുന്നവർ. പക്ഷെ അവര് കൊള്ള ചെയ്യുന്നത് ഇവിടെ ആരും ചെയ്യാറില്ല, പിടിക്കാറില്ല. ഇപ്പൊ അയ്യപ്പൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു വന്ന് ഈ ദ്വാരക ബാലകരുടെ ശില്പം അടിച്ചു മാറ്റിയതും വാതിലടിച്ചു മാറ്റിയതും കട്ടിലടിച്ചു മാറ്റിയതും അന്വേഷണമായി അതിനെ ഭരണത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു വിഭാഗം പുറത്തു വന്ന് കളിയാക്കി പാട്ട് പാടി ഡാൻസ് കളിച്ചപ്പോ ഇപ്പൊ അവരുടെ കഥയും പുറത്തു വരാൻ തുടങ്ങി. സത്യത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ രണ്ടു കൂട്ടരും മാറി മാറി ഇത് കൊള്ളയടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അല്ലാതെ അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ചെയ്യാൻ ഇവർ രണ്ടു കൂട്ടരും തയ്യാറല്ല. ഈ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് കാല് മാറി കമ്മ്യൂണിസ്റ്റിൽ വരുന്ന ഒരുത്തൻ, സാധാരണ എല്ലാവരും കാലുമാറി വരുമ്പോ ഒന്നുകൂടി MP MLA മന്ത്രിസ്ഥാനം കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാ വരിക. ഇവിടെ ഇപ്പോ അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാൽ മതി, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ബോർഡ് അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാൽ മതി. അപ്പൊ എന്താ കാര്യം? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ വേണ്ടത്ര കക്കാം, ജനങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാനില്ല, എന്നും മരിച്ചോർത്തോ കല്യാണത്തിനോ വിളിച്ചോ പോണ്ട, ഒന്നിനും ഉത്തരം പറയണ്ട, ഇതാണ് അവസ്ഥ. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിൽ കയറി അമ്പലങ്ങളിൽ വരുന്ന കാണിക്കകളും മറ്റും കൊള്ളയടിക്കുക. ഇതിൽ അത്ഭുതമായ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, അയ്യപ്പന് ഭഗവാന് കൊടുത്ത ഒരു കാണിക്ക എങ്ങനെയാണ് അവിടുത്തെ തന്ത്രിക്ക് അവകാശപ്പെടുന്നതാണ് ഇവിടുത്തെ ചോദ്യം. അത് അനുവദിച്ചു കൊടുത്ത ഭരണസമിതി എങ്ങനെ അത് അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കേണ്ടത്. ഇതാണ് അന്വേഷണ സമിതിയും. അപ്പോ ഈ തന്ത്രി മാത്രമല്ല അറസ്റ്റ് ചെയ്യേണ്ടത്, ഇത് അനുവദിച്ചു കൊടുത്ത ആളുകളെയും പിടിച്ചു കൊണ്ടുപോയി ചോദ്യം ചെയ്യണം. പക്ഷെ അതിലെ പ്രധാന വ്യക്തി ഇപ്പം മരിച്ചുപോയി, പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി. അപ്പൊ അതിൽ അജയ് തറയിൽ ഇപ്പൊ ഉണ്ട്. അജയ് തറയിൽ എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഒറ്റപ്പെട്ട ആളാണ്. അപ്പോഴാണ് രമേശ് ചെന്നിത്തല അതിൽ വരുന്നത്. അങ്ങനെ ഓരോരുത്തരും ഇതിൽ ഇനിയും വരും കൂടുതൽ ആൾക്കാരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സത്യം തന്നെയാണ് നടക്കുന്നതൊക്കെ. ഇതിനെ തെളിവുണ്ടാക്കാനാണ് പണി. ഈ തെളിവുണ്ടാക്കിയിട്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരണം. ഞാനൊരു വേറെ തമാശ പറഞ്ഞുതരാം. തമാശയല്ല, ഉള്ള കാര്യം. അവിടെ ഭയങ്കര തിരക്ക് വരുന്ന സമയത്ത് ഈ വഴിയിലൊക്കെ ഭണ്ഡാരങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഈ ഭണ്ഡാരങ്ങളൊന്നും മൂവബിൾ ആയിട്ടുള്ള ഭണ്ഡാരങ്ങൾ. അപ്പൊ ഈ അയ്യപ്പന്മാരെ ഭക്തി മൂത്ത് വരുന്ന സമയത്ത് ഒരു ഭണ്ഡാരം കണ്ട അതിലേക്ക് പൈസ വാരിയിടും. അങ്ങനെ ഈ ഭണ്ഡാരം നിറയും. ഈ ദേവസ്വത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും തിരക്കിലിരിക്കുന്ന ഭണ്ഡാരം നിറയുമ്പോ അല്ലെങ്കിൽ പകുതിയാവുമ്പോ ഇത് ചില ആൾക്കാർ വന്ന് ഈ ഭണ്ഡാരം തന്നെ എടുത്തുകൊണ്ട് പോവും. എന്നിട്ട് അത് കാലിയാക്കിയിട്ട് വീണ്ടും അവിടെ കൊണ്ടുവന്ന് വെക്കും. ഇതൊക്കെ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വൃത്തികേടുകളാണ്. അതേമാതിരി തന്നെ ഈ തന്ത്രിക്ക് ഒരു റൂമുണ്ട്, മേശാന്തിക്ക് ഒരു റൂമുണ്ട്. ഈ വരുന്ന ഭക്തരിലെ ഒരു 75% ഭക്തന്മാരും ഇവരുടെ കാലിൽ പോയി വന്നിക്കും. എന്നിട്ട് ഇവർക്ക് ദക്ഷിണ കൊടുക്കും. ഈ ദക്ഷിണ എന്ന് പറഞ്ഞാ കോടിക്കണക്കിന് ജനങ്ങളാ വരുന്നത്. അത് 100ഉം 1000ഉം 10 രൂപ വെച്ച് കൊടുത്താൽ തന്നെ എത്ര കോടി രൂപയാണ് അവിടെ വരുന്നത്. ഈ പൈസ എങ്ങനെയാണ് അവരുടെ പേഴ്സണലാകുന്നത്? പണ്ട് കാലത്ത് നടക്കിൽ വെക്കുന്ന പൈസ, അതായത് നടക്കിൽ വെക്കുന്ന പൈസ, ഇപ്പൊ ഗുരുവായൂരൊക്കെ നിങ്ങൾക്ക് പോയാൽ അറിയാം, ഈ നടക്കിൽ വെക്കുന്ന പൈസ പണ്ട് പൂജാരിക്ക് എടുക്കാമായിരുന്നു. ഇപ്പൊ അത് പറ്റില്ല, അത് നേരെ ഭണ്ഡാരത്തിൽ കൊണ്ടിടും. അപ്പൊ ഈ അമ്പലമായിട്ട് വരുന്ന എന്ത് തരം വരുമാനവും അത് ഭഗവാന്റെ ഇതിലേക്ക് പോകേണ്ട പൈസയാണ്. അത് വലിയ വില പിടിച്ച സാധനങ്ങൾ പൂജാരിക്ക് അല്ലെങ്കിൽ തന്ത്രിക്ക് അവകാശപ്പെട്ടതാന്ന് പറഞ്ഞ് അവർക്ക് എടുത്തു കൊടുക്കുക. ആര്? ഭരണവൻ. ഈ ഭരണം നടത്തുന്നവർ പറഞ്ഞാൽ ആരാണ്? ഇത് നോക്കി കാവൽ നിന്ന് വേണ്ട പുരോഗമനങ്ങൾ നടപ്പാക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ ഇതിനൊക്കെ ഉത്തരം ആരായാലും ആരുടെ കാലഘട്ടത്തിൽ ചെയ്തതായാലും വേണ്ടില്ല, അത് എല്ലാം പുറത്തു കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക്, ഇത് ശബരിമല മാത്രമല്ല, ഇത് ശബരിമല ആയ കാരണം ഇത് വലിയ വിഷയമായിട്ട് നിൽക്കുകയാണ്. ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഇനിയും ഈ താഴ്വർ കുടുംബത്തിലെ
കാരണന്മാര് ചെയ്ത പല മറ്റു ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുമാരിയാണ് അവിടെയൊക്കെ ചെയ്ത കഥകളും നമുക്ക് പറയാനായിട്ടുണ്ട്. ഇവിടെ ഈ ചുരുങ്ങിയ സമയത്തിൽ അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പോ ഇതുവരെ ഈ ശബരിമല സ്വർണ്ണക്കേസുമായി പുറത്തപ്പോ ഇപ്പോ വാഹനം പൊങ്ങി വന്നപ്പോ ഇനിയും എത്ര മറ്റു വാഹന കഥകൾ പുറത്തു വരാനുണ്ടെന്ന് നമുക്ക് കാത്തിടാം. യെസ്, എന്തായാലും സാർ പറഞ്ഞതുപോലെ ഇത്രയേറെ എന്തൊക്കെ അഴിമതികൾ അല്ലെങ്കിൽ എത്രത്തോളം പോരായ്മകളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നുള്ളത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. എന്തായാലും വാജിവാഹനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ്. സാർ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയുടെ ഉൾപ്പെടെയുള്ള ഒരു പങ്ക് ഇതിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിൽ ഇനി SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും, വാജിവാഹനവുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത് എന്നതൊക്കെ വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ കൂടുതൽ അറിയാൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു സർ.